നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലാണ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. നമ്മൾ ചോദിക്കാം റേറ്റ് എങ്ങനെയാണ്. പെഡൽ ബോട്ടിങ്ങും ഉണ്ട്, സ്പീഡ് ബോട്ടിങ് ഞാൻ കണ്ടിരുന്നു. 2 സ്പീഡ് ബോട്ടിങ് വന്ന് പോകുന്ന കണ്ടിരുന്നു. അത് എങ്ങനെയാണെന്ന് ചോദിക്കാം. റേറ്റ് ചോദിച്ചിട്ട് സ്പീഡ് ബോട്ട് ഒന്ന് കയറണമെന്നുണ്ട്. പിന്നീട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മാത്രം കണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾ വന്ന് ഇവിടെ അതിൻ്റെ ആ പ്രകൃതി ഭംഗിയും ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് ആസ്വദിക്കുക. അതാണ് വേണ്ടത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിത് തിരക്കി പിടിച്ച് പലരോടും ചോദിച്ചൊക്കെ വരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ സ്ഥലമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ആരോടും അങ്ങനെ കൂടുതൽ ചോദിക്കുന്ന കാര്യമില്ല. സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ നേരിട്ട് വന്ന് കാണുക, അതിൻ്റെ ഫീലൊക്കെ നേരിട്ട് അറിയുക. അവിടെ കുതിരസവാരി ഉണ്ട്. നിങ്ങൾ ചോദിക്കും ബോട്ടിങ് റേറ്റ് എങ്ങനെയാണെന്ന് ചോദിക്കട്ടെ. അവിടെ ചെറിയ ബോട്ടൊക്കെ ഉണ്ട്, കണ്ടില്ലേ? കുഞ്ഞു ബോട്ടുകളുണ്ട്. നമ്മളടുത്ത് കൊട്ടവഞ്ചിയുണ്ട്. എങ്ങനെ പ്രൈസ് എങ്ങനെ വരുന്നത്? പെഡൽ ബോട്ടാ? ഈ സ്പീഡ് ബോട്ട് ഇവിടെ ഉണ്ടോ? അതെ ഇത് ആ പാലത്തിന് അതുവഴി പോകണം ആണോ? സ്പീഡ് ബോട്ട് എങ്ങനെ റേറ്റ് വരുന്നത്? ആണോ? ആണല്ലേ? എത്രയൊക്കെ അങ്ങനെയൊക്കെ വരുന്നത് അല്ലേ? ഓക്കെ. ഞങ്ങളൊന്ന് സ്പീഡ് ബോട്ട് നോക്കട്ടെ. ഓക്കെ. ഇവിടെ റേറ്റ് കുറയുമോ? ആണല്ലേ? ആണല്ലേ? ഓ ആണല്ലേ? ഇത് ടൂറിസത്തിന്റെ കീഴിലാണോ? ഓക്കെ, ശരി. ഇത് മാട്ടുപ്പെട്ടി ഡാമാണ് അല്ലേ? കുറേ ആൾക്കാർ ഇങ്ങനെ എടുത്തു പോയിട്ടുണ്ട് പെഡൽ ബോട്ടൊക്കെ. നമുക്ക് അപ്പുറത്ത് പോയി സ്പീഡ് ബോട്ടിന്റെ നോക്കാം. കമാൺ. നമ്മളിവിടെ തിരിച്ചു പോവാണ്. തിരിച്ചു പോയിട്ട് നമുക്ക് അവിടെ പാലത്തിനക്കരെ സ്പീഡ് ബോട്ട് ഉണ്ടെന്ന് പറയുന്നു. അവിടെ നോക്കാം. നമ്മൾ കണ്ടായിരുന്നു. അപ്പം അത് പോവാം. ഇത് മാട്ടുപ്പെട്ടി ഡാമാണ്. നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിന് മുകളിലൂടെയാണ് പോകുന്നത്. എത്രയാ പ്രൈസ്? 50 രൂപ കുറവുണ്ടോ? ഒരു 7 ഷോട്ട് 50 രൂപ. ആണോ? നല്ല മനുഷ്യനാ കണ്ടോ? കണ്ടോ? നല്ല മനുഷ്യൻ കണ്ടോ? അവിടെ പറഞ്ഞ റേറ്റ് ഉണ്ട്. തരാം. അവിടെ ഇറങ്ങാനാണ് 2 അഡൽസ്. കാറിന് 4 വീലുണ്ട്. ഞങ്ങൾ ഒരു 5 മിനിറ്റ് കയറി വരും. കാർ പാർക്കിംഗ് ചാർജ് ഉണ്ടോ? 5 മിനിറ്റ് ആയാലും ചാർജ് ഉണ്ട് അല്ലേ? ബോട്ടിങ്ങിനുള്ള അവിടെയാണ് എടുക്കുന്നത്. അത് സെപ്പറേറ്റ്. ഇത് മാട്ടുപ്പെട്ടി ഡാമിന്റെ ഇപ്പുറത്തെ സൈഡ്. അപ്പുറത്താണെങ്കിൽ പെഡൽ ബോട്ടൊക്കെയാണ്, ഇപ്പോഴത്തെ സ്പീഡ് ബോട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ അവിടെ കാർ പാർക്കിങ് ചെയ്തു. നമ്മൾ തേക്കടിയിൽ ബോട്ടിങ് ചെയ്തതാണ്. തേക്കടി ബോട്ടിങ് ചെയ്തുകൊണ്ട് ഇവിടെ ബോട്ടിങ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾ കേരള ട്രിപ്പല്ലേ. ഇവിടെ ആണെങ്കിൽ ഫാമിലി പോകുന്നതിന് തന്നെ, സ്പീഡ് ബോട്ടിൽ പോകുന്നതിന് തന്നെ 1700 രൂപയാണ് പാക്കിങ്. അല്ലാതെ വരികയാണെങ്കിൽ അഡൽസ് പെർ ഹെഡ് 600 രൂപ പെർ ഹെഡാണ്. ചിൽഡ്രൻ ആകുമ്പോഴും പെർ ഹെഡ് 400 രൂപ വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ റേറ്റ് കൂടുതലാണ്. ഞാൻ പോകുന്നില്ല. പിന്നെ വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് വരുമ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് മാത്രമാണ്. നമുക്ക് കയറണമെങ്കിൽ മാത്രം വന്നാൽ മതിയില്ല. വെറുതെ വന്നിട്ട് കാര്യമില്ല. ബോട്ടിംഗ് ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും നമുക്ക് പോയി നോക്കാം. പിന്നെ കാർ പാർക്കിങ് 40 രൂപ കാർ പാർക്കിങ് വരും. ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ഫീസ് അഡൽസിന് 40 രൂപ വെച്ചാണ് പെർ ഹെഡാണ്. ചിൽഡ്രൻ വരുമ്പം 20 റുപ്പീസ് വരും. അങ്ങനെയാണ് ഇവിടുത്തെ ഇങ്ങോട്ട് ഇറങ്ങാൻ തന്നെ വരുന്നത്. ഹായ്. ഞങ്ങൾ പത്തനംതിട്ട. നിങ്ങൾ എവിടുന്നാ? ചാലക്കുടി. ഓക്കെ. എങ്ങനെയുണ്ട്? കറങ്ങിയോ? ചില്ലടിച്ചോ? ആണല്ലേ? ഓ എന്ത് പറ്റി?
ഓ ഓക്കെ ഓക്കെ. ആ ആണല്ലേ, എവിടെയാ? ദുബൈയില്. രണ്ടുപേരും ദുബൈയിലാ? ആ, സ്ഥലം ഭയങ്കര ശാന്തതയാ അല്ലേ? ഒരു ഭയങ്കര രസമില്ലേ, സമാധാനം ഉണ്ടല്ലേ, ഒരു എല്ലാം മറന്ന് നമുക്കൊരു മറ്റേ ടെൻഷനൊന്നുമില്ല, കൂളാണ്, കൂൾ. ഇതെല്ലാം യാത്രകൾ സമ്മാനിക്കുന്നതാണ് നമുക്ക്. ടെൻഷൻ ഇല്ലാത്ത ഒരു ലൈഫ് എന്ന് പറയുന്നത്, എല്ലാവരും പറയും പണമാണ് ഏറ്റവും വലുതെന്ന്. പണമൊന്നുമല്ല ഏറ്റവും വലുത്. നമ്മൾ ഉള്ളത് കൊണ്ട് നമുക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലുത്. ചുറ്റും മലനിരകൾ, പച്ച വിരിച്ച മട്ടുപ്പാവ് പോലെയുള്ള ജലനിരപ്പുകളുടെ മുകളിലൂടെ തണുത്ത കാറ്റിനെ കീറിമുറിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാൻ കിട്ടുന്ന അവസരം ഒരിക്കലും പാഴാക്കരുത്. രസകരമായ, നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത പുതിയ അനുഭവങ്ങളാണിത്. ആ ബോട്ട് ഓരോ പ്രാവശ്യവും വട്ടം കറക്കുമ്പോൾ അതിലിരിക്കുന്ന ആൾക്കാരുടെ ആവേശം എനിക്ക് ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട്. കൂക്കുവിളിയും മലയുമായി അവർ അങ്ങ് ആനന്ദിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അകത്തളത്തിലിരുന്നോ ഇത് അറിയേണ്ട ഒന്നല്ല. അത് നേരിട്ട് വന്ന് അനുഭവിച്ചറിയേണ്ട ഒരു പ്രത്യേകതര അനുഭവമാണ്. ജീവിതത്തിൽ മറക്കാനാവാത്ത ഇതേപോലെയുള്ള നിമിഷങ്ങളാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. എന്നും ഒരിടത്ത് തന്നെ ഇരുന്ന് നമ്മുടെ ജീവിതം ഹോമിച്ച് കളയാതെ ഇതേപോലെയുള്ള ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയി നമ്മുടെ ജീവിതം രസകരമാക്കണം. പാരാസെയിലിങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ്. ഓരോ തവണയും ഓരോ യാത്രകൾ നമുക്ക് ഓരോരോ അനുഭവങ്ങളാണ് തരുന്നത്. ജീവിതത്തിൽ മറക്കാനാവാത്ത നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഇതേപോലെയുള്ള യാത്രകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. സമാധാനപരമായി കുറച്ച് സമയം എല്ലാ ടെൻഷനുകളും മാറ്റിവെച്ച്, നമ്മുടെ ജോലിയുടെ തിരക്കെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇതേപോലെയുള്ള രസകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇവിടെ ഈ പാരാസൈലിംഗ് നടത്തുന്ന ആ ഒരു എക്സ്പീരിയൻസ് അത് വേറെ ലെവല് തന്നെയാണ്. എൻ്റെ ജീവിതത്തിലും ഇതെല്ലാം അറിഞ്ഞ് ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ച്, അങ്ങനെയാണ് ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷമൊക്കെ എനിക്ക് ആസ്വദിക്കാനും സന്തോഷകരമായി മുന്നോട്ട് പോകാനും കഴിയുന്നത്. ഇങ്ങനെയുള്ള ടെൻഷനുകളെല്ലാം മാറ്റിവെച്ച് സമാധാനപരമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. എല്ലാ ടെൻഷനുകളും മാറ്റിവെച്ച് അല്ലെങ്കിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമുക്കൊരിക്കലും സമാധാനപരമായി ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. തിരക്കിനിടയിലും നമ്മുടെ സങ്കടങ്ങളുടെ ഇടയിലും അതെല്ലാം നമ്മൾ ഒഴിവാക്കി നിർത്തിയിട്ട് സന്തോഷിക്കാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും സന്തോഷകരമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ സൈനിങ് ഓഫ്, നൗഷാദ്.